നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു പ്രതീക്ഷിക്കാതാണ് പെട്ടെന്ന് ഇതുപോലെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതിനൊരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ചെയ്യണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു സമയം കിട്ടുമ്പോൾ. അപ്പം ഞാൻ ഇന്ന് ചെയ്തതിന് പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എന്നെ ഒരു പേഴ്സണലി ഇച്ചിരി ഹേർട്ട് ചെയ്തൊരു കാര്യം ഉണ്ടായേ. അപ്പോൾ അത് മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ അതൊരു വിഷയമല്ലായിരിക്കാം. സത്യം പറഞ്ഞാൽ ഇത് സംഭവിച്ച ആളിന് പോലും അത് പുള്ളി പിന്നെ അങ്ങ് ഇത്രയും ഞാൻ വീഡിയോ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഞാനങ്ങ് ചെയ്യുന്നതാണ് എൻ്റെ ഇഷ്ടത്തിന്. കാരണം ഒന്ന് പബ്ലിക്കിൽ നിന്ന് പറയണമെന്ന് തോന്നി. ആര് ഇത് ഇങ്ങനെ ഇതിലുള്ള ആൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം എൻ്റെ ഹസ്ബൻഡിന് ഇന്ന് അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരിടത്ത് യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ യാത്ര ട്രെയിനിനാണ് പോയത്. ചിലപ്പം ട്രെയിനിന് പോകും, ചിലപ്പം ബസ്സിന് പോകും, പല രീതിയിലാണ്. ഇന്ന് അദ്ദേഹത്തിന് ട്രെയിനിനാണ് പോയത്. അപ്പോൾ പോയി തിരിച്ച് വരുന്ന വഴിക്ക് അദ്ദേഹത്തിന് നല്ല തിരക്കുള്ള ട്രെയിനാണ് കിട്ടിയപ്പോൾ കമ്പാർട്ട്മെൻറ്റ് ഭയങ്കര തെള്ളായിരുന്നു. അപ്പം സ്ലീപ്പറായിരുന്നു എന്ന് തോന്നുന്നു, സ്ലീപ്പർ ആയിരുന്നു. അപ്പം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതിൽ സ്ഥലം അവിടെ ഇരിക്കുന്നിടത്ത് ആൾ ഫില്ലായിരുന്നു. അവിടെ ഇരിക്കാൻ വേറെ സ്ഥലമില്ല. പുള്ളി അവിടെ ഇരുന്ന സമയത്ത് ഒരു വ്യക്തി വന്നിട്ട്, ഒരു പയ്യനാണ്, വലിയ പ്രായമൊന്നുമില്ല, എന്നാൽ പിന്നെ തീരെ കൊച്ചൊന്നുമല്ല, ഒരു പയ്യൻ, ഒരു അപ്പൂപ്പനൊന്നുമല്ല, സാമാന്യം തിരിച്ചറിവുള്ള ഒരു ആൾ തന്നെയാണ്. ഓക്കെ, പുള്ളി വന്ന് ജനലിലൂടെ വിൻഡോയിലൂടെ പുറത്തോട്ടിങ്ങനെ നോക്കിയിട്ട് തിരിച്ചു പോയ വഴിക്ക് പുള്ളി മുട്ടുഭാഗം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ നെറ്റിക്കിട്ട് എന്ന് പറഞ്ഞാൽ ഈ തിരുനെറ്റിക്ക് കൊള്ളേണ്ടതായിരുന്നു. അത് പുള്ളി ഇങ്ങനെ മുഖം തിരിച്ചുകൊണ്ട് അത് ചെന്നിക്കിട്ട് കൊണ്ട് ഭയങ്കരമായിട്ടൊക്കെ വേദനിച്ച് പുള്ളി തല ഇളകുന്ന പോലെ. അപ്പോൾ അബദ്ധത്തിൽ അപ്പോൾ ഈ മനുഷ്യൻ അയ്യോ സോറി എന്ന് പറഞ്ഞിട്ടൊക്കെ പോയി. ഒരു കൂസലില്ലാതെ. പുള്ളിക്കവിടെ വരേണ്ട ആവശ്യമില്ല. പുള്ളി ജസ്റ്റ് ആ തിരക്കുള്ളതിനിടയിൽ നിന്ന് ഈ വിൻഡോയിൽ കൂടെ ഇടയ്ക്ക് പുറത്തോട്ട് നോക്കി ഈ മനുഷ്യന് നല്ലൊരു ഇടിയും കൊടുത്തിട്ട് അങ്ങ് പോയെന്നുള്ളതാണ്. അത് രസമെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ആ ഏറിയായിരുന്നു, അവനെ കണ്ടുമില്ല. അവനത് നോക്കിയിട്ട് ആ ഇടിച്ച് നമ്മളിപ്പം അബദ്ധത്തിൽ ഇടിക്കുക അങ്ങനെ തന്നെ ഇങ്ങനെ പുറകോട്ട് വരത്തില്ല, അങ്ങ് ഇടിച്ച് തല പോകുന്നെങ്കിൽ പോട്ടറാ കിട്ടിയ അവസരത്തിൽ അത് പരമാവധി ഉപയോഗിക്കുന്നവരല്ലല്ലോ നമ്മൾ അറിയാതെ ഇടിക്കുന്നത്. അപ്പോൾ അറിയാതിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇത് തിരുനെറ്റിക്ക് കൊടുക്കേണ്ടത്, തിരുനെറ്റിക്കാണെങ്കിൽ ആ പുള്ളി അന്നേരം അവിടെ അൺകോൺഷ്യസ് ആയിട്ട് വീണാൻ. അപ്പോൾ അത് നമ്മൾ പറയും ഈ കടിനകത്ത് കൊള്ളേണ്ടത് പുരികത്തെ തട്ടിപ്പോയെന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഈ ചെന്നിഭാഗത്ത് ശക്തമായ ഇടിയാണ് കിട്ടിയത്. അദ്ദേഹത്തിന് തല പൊട്ടുന്ന പോലത്തെ വേദനയായിരുന്നു, ശക്തമായിട്ട് വേദനയായിരുന്നു. അപ്പം ഒരു കാര്യങ്ങൾ അങ്ങനെ പുള്ളി അങ്ങനെ വ്യക്തമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യപ്പെടാത്ത ആളാണ്. പക്ഷേ ഇത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പുള്ളിക്കത്തെ തലവേദന ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളി വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ വ്യക്തിക്ക് അവിടെ വരേണ്ട കാര്യമില്ല. ഇയാൾ അബദ്ധത്തിലാണെന്ന് പറഞ്ഞെങ്കിലും ഇപ്പം എൻ്റെ ഹസ്ബൻഡ് സ്പെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പെക്സ് കൂടി ഒരിടി ഇടിച്ച് അപ്പോൾ സ്പെക്സ് അദ്ദേഹത്തിൻ്റെ കണ്ണിലുണ്ട്. അതിൻ്റെ ഈ സൈഡിലത്തെ ഇത് വെച്ച് നന്നായിട്ട് ഇടിച്ചിട്ട് പുള്ളിക്ക് ശരിക്കും അങ്ങ് ഭയങ്കര പെയിനായിരുന്നു പുള്ളിക്ക്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് മാറി തിരുനെറ്റിയിൽ ഇടിച്ചായിരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവിന് വല്ലതും പറ്റിയായിരുന്നെങ്കിൽ ഇവൻ്റെ ഒരു സോറി കൊണ്ട് തീരുമായിരുന്നു ഇല്ല അല്ലേ? എനിക്ക് നഷ്ടം, എൻ്റെ കൊച്ചിന് നഷ്ടം, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും നഷ്ടം. ശരിയല്ലേ? ഒരു സോറി പറഞ്ഞു. ഇങ്ങനെയാണ് പല അപകടങ്ങളും നടക്കുന്നത് അല്ലേ? അപ്പം കഴിവതും എനിക്കിത് പറയാതിരിക്കാൻ തോന്നിയില്ല. കാരണം ഇത് പറയുക തന്നെ. ഇപ്പം ഞാനാണെങ്കിൽ അയാളെ പിടിച്ച് നിർത്തി ചോദിച്ചേനെ, എന്തോ ഇടിയാണ് ഇടിച്ചിട്ട് പോയത്, തനിക്ക് നോക്കി കണ്ട് നടന്നുകൂടെ? അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും പുള്ളി അങ്ങനെ പ്രതികരിക്കാത്ത ഒരു വ്യക്തിയാണ്. പുള്ളി ഇച്ചിരി സോഫ്റ്റ് നേച്ചറാണ്. എന്നാൽ പുള്ളി ആകെ ദേഷ്യപ്പെടാനുള്ളെങ്കിൽ പുള്ളി എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും, പിന്നെ മോൻ്റെ അടുത്തൊക്കെയാണ് പുള്ളി ദേഷ്യപ്പെടുന്നത് എന്തെങ്കിലും പറയണമെങ്കിൽ. അത് പുറത്തൊക്കെ വളരെ സോഫ്റ്റ് നേച്ചറായിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് പറയേണ്ടത് ആരുടെ മുന്നിൽ ഞാൻ പറയും. കാരണം നമുക്ക് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ ആരെങ്കിലും നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ നമുക്ക് ആരുമില്ല. പറയേണ്ട സമയത്ത് പറയുക തന്നെ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അല്ലേ? അത് ഒരു ക്ലിയർ ആക്കിയിട്ട് ഇങ്ങനെയാണോ നീ പോകുന്നത് അല്ലേ? ഞാനാണ് നീ പഠിച്ചത് ചോദിച്ചത്, എന്തൊരിടിയാണ് താൻ ഇടിച്ചത്? മനുഷ്യരുടെ തല തെറിപ്പിച്ചതുകൊണ്ടാണോ പോകുന്നത്? എൻ്റെ കൂടെ നോക്കിയിട്ട് പോകുന്നത് അല്ലേ? നോക്കിക്കണ്ടൊക്കെ പോകും അണ്ണാ, ഞാനാണെങ്കിൽ പറഞ്ഞേനെ അല്ലേ? ഇതൊന്നും അനങ്ങിയില്ല. പക്ഷേ പുള്ളിക്കൂടെ ഇപ്പോൾ നല്ല തലവേദന, പിന്നെ അത് മരുന്നൊക്കെ തേച്ച്
അങ്ങനെയാണ് അത്. എന്നിട്ടും ചെറിയ തലവേദനയുണ്ട്. അപ്പോൾ ഈ മനുഷ്യന് രാപ്പകലാതെ കഷ്ടപ്പെടുന്ന ആളാണ്. ഇദ്ദേഹത്തിന് ഈ തലവേദന വെച്ചുകൊണ്ട് നടക്കണ്ട ഇനി എത്ര ഇത് ക്യൂർ ആകുന്നിടം വരെ. ഇയാളുടെ ഒരു ഇടിയും കൊണ്ട് ഇപ്പോൾ തന്നെ വന്നതാണോ? അല്ല, ഇയാളുടെ ഒരു അശ്രദ്ധ കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ തലയാണ് പ്രശ്നത്തിലായത് അല്ലേ. അപ്പം ഞാനിപ്പം എൻ്റെ ഭർത്താവിനും സംഭവിച്ചു, ഒരാൾക്ക് സംഭവിക്കാം, മറ്റേ ആളിനൊരു അതറിയാം സോറി അല്ലേ. പക്ഷേ അയാൾ സോറി പറയാൻ അയാൾ അബദ്ധത്തിലല്ലെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇപ്പോഴും അത്രയ്ക്ക് കിട്ടുന്ന തലയും കൂടെ അങ്ങ് പോട്ടണമെന്നുള്ള രീതിയിൽ ശക്തമായിട്ട് ഇടിക്കുകയായിരുന്നു. കാരണം അത്രയ്ക്ക് ഫോഴ്സ് എടുത്താണ് അത് കൊണ്ടത്. അറിയാതെ നമ്മൾ തിരികെ മുട്ട് കൊള്ളുന്ന അതുപോലെ ഫോഴ്സ് എടുത്ത് പുള്ളി പറഞ്ഞാൽ നല്ല ഫോഴ്സിലാണ് തല അത്രയ്ക്ക് തുളഞ്ഞ് അത് കയറിയില്ലെന്നേ ഉള്ളൂ. ഈ സ്പെക്സ് ഉള്ളതുകൊണ്ട് അതുകൂടെ വെച്ചങ്ങ് നിൻ്റെ പൊട്ടി കയറുന്നെങ്കിലും കയറട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ആ മനുഷ്യൻ. എന്നിട്ട് പേരിന് വേണ്ടി അവിടെ ഉള്ളവരൊക്കെ ഇത് കേൾപ്പിക്കാൻ വേണ്ടി സോറി വേണ്ട അയാൾ അങ്ങനെ സ്ഥലം വേണ്ട. എൻ്റെ ഹസ്ബൻഡ് അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തൂട്ടു. പുള്ളിക്കൂടെ വന്നപ്പോൾ പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് ഈ പബ്ലിക്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം അല്ലേ, നമുക്ക് നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പ് വരുത്തണം. ഒപ്പം നമ്മുടെ ചുറ്റുവട്ടമുള്ള ജനങ്ങളൊക്കെ അവർ മനുഷ്യരാണ്, അവർക്കും വീടും കൂടും ഒക്കെ ഉള്ളവരാണ് അല്ലേ. അവർ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ. ചില പ്രതികരിക്കാത്തവർ കാണും. ആ സമയത്ത് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായി എന്ത് ചെയ്തേനെ, പേടിച്ച് വെച്ച് 2 എണ്ണം കൊടുത്തതിന് അല്ലേ, അല്ലെങ്കിൽ നല്ല വർത്തമാനം പറയാം, ഇങ്ങനെയാണോ നടക്കുമെന്ന് ചോദിച്ചാൽ അല്ലേ. ഇപ്പം പ്രായമുള്ള മനുഷ്യൻ അറിയാത്തൊരു അബദ്ധം പറ്റും നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെ പൊട്ടന്മാരൊന്നും അല്ല, നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. ഇത് ശരിക്കും അങ്ങേർക്ക് കിട്ടട്ടെ എന്നുള്ള കൊണ്ടിട്ട് പുള്ളി തല ഇളകുന്ന പോലത്തെ പെയിനായിരുന്നു പുള്ളിക്ക് സംഭവിച്ചത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നതേ ഉള്ളൂ. നമ്മൾ പൊതുമധ്യത്തിലാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇനി ആരെങ്കിലും പറഞ്ഞു വിട്ടതാണെങ്കിൽ ഇങ്ങനത്തെ കോമാളിത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക അല്ലേ. എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ. മറ്റാരുടെയും തലയിടിച്ച് തെറിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ഇതുകൊണ്ട് എന്താണ് കിട്ടുന്നത് അല്ലേ. വേറെ ആരെങ്കിലും പറഞ്ഞ് നമ്മളുള്ള പേഴ്സണൽ ഇപ്പം നമുക്കൊരാളോട് വൈരാഗ്യം തോന്നും, ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, പേഴ്സണൽ ഗ്രഡ്ജ് തോന്നും, നമ്മൾ ആളുമായിട്ട് സഹകരിക്കേണ്ട അല്ലേ. നമ്മൾ ആളിനെ അങ്ങ് വിടുക. അത് അവൻ ഏറ്റവും വലിയ ഗതികേട് വന്ന് ഭവിക്കണമെന്ന് നമ്മൾ ചിന്തിക്കാൻ നമ്മൾ ദൈവം നമ്പരാനാണ് അല്ലല്ലേ. നമുക്ക് താല്പര്യമില്ല നമ്മൾ അവരുമായിട്ട് സഹകരിക്കാതിരിക്കുക. ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. എനിക്കൊരു വ്യക്തിയെ താല്പര്യമില്ലെങ്കിൽ ഞാൻ പിന്നെ എനിക്ക് ആ ആളത്ര നല്ലതല്ല എൻ്റെ ലൈഫിൽ. ആ ആളുമായിട്ട് എൻ്റെ ആ സഹകരണം എനിക്ക് ദൂഷ്യമാണ് എന്ന് എനിക്ക് വ്യക്തത ഉണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിയുമായിട്ട് സഹകരിക്കാൻ പോവുകയല്ല. പിന്നെ അയാൾക്ക് അയാളുടെ വഴി, എനിക്ക് എൻ്റെ വഴി, അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. അങ്ങനെ ഒരു നേച്ചറാണ്. ആ സമയത്ത് ഈ വ്യക്തിയുടെ കാര്യം പറഞ്ഞാൽ പുള്ളി പബ്ലിക്കായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ അറിയത്തേ ഇല്ല ഈ മനുഷ്യനെ. പക്ഷേങ്കിൽ പുള്ളി പർപ്പസ്ഫുള്ളി വന്ന് അവിടെ വരേണ്ട ഒരാളെയല്ല പുള്ളി ആ തിരക്കിനുള്ള അവിടെ വന്ന് വിൻഡോയിൽ കൂടെ പുറത്തോട് നോക്കി എൻ്റെ ഭർത്താവിന് ഈ പണിയും കൊടുത്തിട്ട് അങ്ങനെ ഒരു കാഷ്വലി ഒരു സോറി പറഞ്ഞു പുള്ളി സ്ഥലം വിട്ടു. മിടുക്കാൻ അല്ലേ, എണ്ണം മിടുക്കാനാണ് എന്നാൽ ഞാൻ പറയത്തുള്ളൂ. എത്ര അറിയാതാണെങ്കിലും അല്ലേ, അത്രയ്ക്ക് അറിയാതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അറിയാതാണെങ്കിൽ ഈ തലയ്ക്ക് തുളച്ച് പോകുന്ന പോലത്തെ വേദന വരത്തില്ല അല്ലേ, അതിനൊരു പരിധി കാണും അല്ലേ. അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മുട്ട് നമ്മുടെ കയ്യില്ല അല്ലേ, അത് മറ്റുള്ളവരെ മണ്ടയ്ക്ക് കയറ്റാതെ അല്ലേ. നമ്മളൊന്ന് സൂക്ഷിക്കുക. നമ്മുടെ കൈമുട്ടും നമ്മുടെ കാൽമുട്ടും നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ നമ്മളോട് തന്നെയാണ്. അതായത് വേറെ വല്ലവൻ്റെ മണ്ടയ്ക്ക് വെച്ച് അവന് ഉപദ്രവം ഉണ്ടാക്കാതെ അല്ലേ, നമ്മളത് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ട് നടക്കുക അല്ലേ. അതിനെ നമുക്ക് മുട്ടുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ അതിൻ്റെ ഭൂഷഫലം അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലേ. നമ്മളാണ് സുരക്ഷിതമായിട്ട് കൊണ്ട് നടക്കുന്നത്. നീ മുട്ടുവില ഈ കമ്പിയേലെ വില ഇടിച്ചായിരുന്നെങ്കിൽ എന്തോ അതായത് ഈ നക്ഷത്രം കണ്ണിയേനെ ടങ് 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 ഇങ്ങനെ പോയേനെ അല്ലേ. ഒരുമാതിരി എനിക്ക് ചിലപ്പോൾ പറ്റിയിട്ടുണ്ട്. ഈ കാലിൻ്റെയൊക്കെ അടിവരലുണ്ടല്ലോ, നമ്മൾ നടന്നു പോകുന്ന ചിലപ്പോൾ കട്ടിലിൻ്റെ അടുത്ത് ഇടിയിടിക്കുക. എൻ്റെ അമ്മച്ചിയെ എല്ലാ നക്ഷത്രവും അയ്യോ എന്ന് അടങ്ങിയിരിക്കും കുറേ നേരം വിരലും തൂത്തോണം. ഞാനിപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ആ മുട്ട് നമ്മൾ മറ്റൊരു മനുഷ്യനെ ഇടിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ആ സൈഡിലുള്ള കമ്പിയിലോ വല്ലതും ആണെങ്കിലുണ്ടല്ലോ നമ്മളുള്ള നക്ഷത്രങ്ങളെല്ലാം കാണും അല്ലേ. കാണാത്ത നക്ഷത്രങ്ങളും പുതിയ നക്ഷത്രങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ യാത്രയിൽ നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. നമുക്ക് ചുറ്റുവട്ടമുള്ളവർക്ക് നമ്മൾ കാരണം ഒരു ആരോഗ്യ ദൂഷ്യം ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് എൻ്റെ ഒരു വലിയ റിക്വസ്റ്റാണ് പബ്ലിക്കിനോട്. ഇത് ഇടിച്ചവൻ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടാൽ ഇന്നാളുടെ ഭാര്യയാണെന്ന് അറിയാമോ എന്നും അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ഞാൻ എൻ്റെ ഒരു മനസ്സ് വന്ന് പുള്ളിയുടെ ആ പെയിൻ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാനൊരു വീഡിയോ ഇട്ടതാണ്. എനിക്ക് എത്രയ്ക്കങ്ങ് വിഷമം തോന്നി അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ. കാരണം